നമസ്കാരം. ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സർക്കാർ ജീവനക്കാരുടെ ശമ്പളം തടഞ്ഞ സർക്കാർ നടപടിക്കെതിരെ മണലൂരിൽ NGO അസോസിയേഷന്റെ പ്രതിഷേധ ധർണ. വലപ്പാട് ബീച്ചിൽ LED ലൈറ്റിന്റെ ഉദ്ഘാടനം. നാട്ടിക സൗത്ത് SNDP സ്കൂളിൽ 93ാമത് വാർഷികാഘോഷവും യാത്രയയപ്പും PTA ദിനവും. വാർത്തകൾ വിശദമായി. ചരിത്രത്തിൽ ആദ്യമായി സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും ശമ്പളം തടഞ്ഞുവെച്ച സർക്കാർ നടപടിക്കെതിരെ മണലൂർ സബ് ട്രഷറിക്ക് മുമ്പിൽ കേരള NGO അസോസിയേഷൻ നാട്ടിക ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. സംസ്ഥാന കൗൺസിൽ അംഗം KT ജയേഷ് ധർണ ഉദ്ഘാടനം ചെയ്തു. ദേവസി VJ ആമുഖ പ്രസംഗം നടത്തി. ബ്രാഞ്ച് പ്രസിഡന്റ് സ്വപ്ന അധ്യക്ഷത വഹിച്ചു. പ്രശാന്ത്, ബിനോയ്, രാജ്കുമാർ എന്നിവർ പ്രസംഗിച്ചു. വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ ധർണയിൽ പങ്കെടുത്തു. നാട്ടിക നിയോജക മണ്ഡലം MLA CC മുകുന്ദന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും വലപ്പാട് ബീച്ച് കൊടിയമ്പുഴ ക്ഷേത്രത്തിന് വടക്ക് ഭാഗത്ത് സ്ഥാപിച്ച LED ലൈറ്റിംഗ് സിസ്റ്റത്തിന്റെ ഉദ്ഘാടനം നടന്നു. CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. 3 ലക്ഷം രൂപ വകയിരുത്തിയാണ് പദ്ധതി നടപ്പിലാക്കിയത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് ക്ഷേമകാര്യ ചെയർപേഴ്സൺ മല്ലിക ദേവൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ KA വിജയൻ, EP അജയ് ഘോഷ്, KK പ്രഹർഷൻ, CDS മെമ്പർ VV അനിത എന്നിവരും പൊതുപ്രവർത്തകരും മത്സ്യത്തൊഴിലാളികളും പങ്കെടുത്തു. ഇവിടുത്തെ മത്സ്യത്തൊഴിലാളി പ്രദേശത്ത് അവർ വന്ന് പറഞ്ഞു, ഇവിടെ ഞങ്ങൾക്ക് ഇവിടെ അധ്യക്ഷൻ പറഞ്ഞ പോലെ ഇവിടെ മത്സ്യം പിടിക്കാൻ പോയിട്ട് വരുമ്പോൾ ഞങ്ങൾക്കൊരു ലൈറ്റ് അകലെന്ന് കാണാൻ ഇത്തിരി ഉയരമുള്ള ലൈറ്റ് ഉണ്ടാകണം. അന്ന് കൈമാസി ലൈറ്റ് ഇടുന്നതിൻ്റെ നടപടികളെ കുറിച്ച് നമുക്കറിയില്ലായിരുന്നു. അപ്പോൾ ആ ലൈറ്റ് സ്ഥാപിക്കുന്നതിന് ആവശ്യമായ രീതിയിൽ ഇടപെടാൻ തുടങ്ങിയപ്പോൾ പല സ്ഥലത്തും ഹൈമാസ് ലൈറ്റ് കത്തുന്നുണ്ട്, അല്ല ഇട്ടിരുന്നു, പക്ഷെ കത്തിരുന്നില്ല. കത്താമ്പലത്ത് പ്രയാറ് പാലം മുറ്റിച്ചൊരു പാലത്തൊക്കെ ലൈറ്റൊക്കെ ഇട്ടിട്ട് കത്തിരുന്നില്ല അത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടപ്പോൾ എല്ലായിടത്തും കത്തിക്കുന്ന ആവശ്യമെന്ന് അവർ സ്വീകരിക്കേണ്ടത്. അപ്പോൾ ചർച്ച ചെയ്ത് വന്നപ്പോൾ ഇത് ഇടുന്നത് MLAയുടെ ആസ്തി വികസന ഫണ്ടാണെങ്കിൽ പോലും ഇതിന് പ്രയോറിറ്റി ഉണ്ടാകുക, അതിൻ്റെ തുടർച്ചയുള്ള ബന്ധപ്പെടുത്തേണ്ടത് ഇവിടുത്തെ ഗ്രാമപഞ്ചായത്ത് ഇടപെടേണ്ടതാണ്. ഈ വർഷത്തെ തൃപ്രയർ മകീര്യം പുറപ്പാടിന്റെയും ഗ്രാമപ്രദക്ഷിണത്തിന്റെയും നടത്തിപ്പുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ സംബന്ധിച്ച് ക്ഷേത്ര ജീവനക്കാരുടെ യോഗം ക്ഷേത്രം ഊട്ടുപുരയിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ MK സുദർശന്റെ അധ്യക്ഷതയിൽ ചേർന്നു. പൂരം ഭംഗിയായി നടത്തുന്നതിനും തേവരുടെ ഗ്രാമപ്രദക്ഷിണത്തിനും ആറാട്ടുപുഴ പൂരത്തിനും സമയകൃത്യത പാലിക്കുന്നതിനും തീരുമാനിച്ചു. മകീര്യം പുറപ്പാടിന് സ്വർണ്ണക്കോലത്തിൽ നാണയത്തുട്ടുകൾ എറിയരുതെന്നും ഗ്രാമപ്രദക്ഷിണത്തിന്റെ ഭാഗമായി ആറാട്ടുപുഴ പൂരത്തിനും തേവർ എഴുന്നള്ളുന്ന വഴിയിൽ പറകൾ നേരത്തെ നിറച്ചു വയ്ക്കുന്നതിനും ഭക്തജനങ്ങളോട് യോഗം അഭ്യർത്ഥിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർമാരായ MB മുരളീധരൻ, പ്രേംരാജ് ചൂണ്ടലാത്ത്, ദേവസ്വം കമ്മീഷണർ അനിൽകുമാർ C, സെക്രട്ടറി P ബിന്ദു, ഫിനാൻസ് ആൻഡ് അക്കൌണ്ട്സ് ഓഫീസർ വിമല, ഡെപ്യൂട്ടി കമ്മീഷണർ K സുനിൽകുമാർ, ഡെപ്യൂട്ടി സെക്രട്ടറി M മനോജ് കുമാർ, ദേവസ്വം മാനേജർ സുരേഷ് കുമാർ AP എന്നിവർ സംസാരിച്ചു. റമദാൻ വ്രതം ആഘോഷമാക്കുന്നവർ ഗാസയിലെ ഭക്ഷണം കഴിക്കാത്ത കുഞ്ഞുങ്ങളുടെ നിലവിളികൾ ഓർക്കണമെന്ന് വാടാനപ്പള്ളി ജുമാ മസ്ജിദ് ഖത്തീബ് ഉമർ ബാക്കവി പഴയന്നൂർ അഭിപ്രായപ്പെട്ടു. തളിക്കുളം ശിഹാബ് തങ്ങൾ റിലീഫ് സെൽ സംഘടിപ്പിച്ച മർഹബയ്യ ഷഹ്റ റമദാൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റമദാൻ വ്രതം ആഘോഷമല്ല, അനുഷ്ഠാനമാണെന്നും മനുഷ്യ ശരീരത്തിലെ തിന്മകൾക്കെതിരെ നന്മകൾ കൊണ്ട് ചെയ്യുന്ന ശുദ്ധീകരിക്കുകയാണ് വ്രതാചരണം കൊണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അനാചാരങ്ങളും ആഘോഷങ്ങളും കൊണ്ട് വ്രതവിശുദ്ധിയെ നാം മലീമസമാക്കരുതെന്നും അദ്ദേഹം ഉദ്ബോധിപ്പിച്ചു. തളിക്കുളം വ്യാപാര ഭവനിൽ നടന്ന ചടങ്ങിൽ റിലീഫ് കമ്മിറ്റി ചെയർമാൻ KA ഹാറൂൺ റഷീദ് അധ്യക്ഷത വഹിച്ചു. ദാറുൽ മുജ്തബ ഷംസുൽ ഉലമ ഇസ്ലാമിക് അക്കാദമിയിൽ നിന്നും ഖുർആൻ മനഃപ്പാഠമാക്കിയ ഹാഫിൽ മുഹമ്മദ് സഫ്വാന് ചടങ്ങിൽ സ്നേഹാദരവും നൽകി. ജനറൽ സെക്രട്ടറി KS റഹ്മത്തുള്ള, ദുബായ് KMCC നാട്ടിക നിയോജക മണ്ഡലം പ്രസിഡന്റ് ബഷീർ എടശ്ശേരി, PM അബ്ദുൽ ജബ്ബാർ, VC അബ്ദുൽ ഗഫൂർ, VK നാസർ, KK ഹംസ, H നാസർ എന്നിവർ സംസാരിച്ചു.
അവശ്യ സാധനങ്ങളുടെ സബ്സിഡി വില വർധനവിനും ലഭ്യതക്കുറവിനുമെതിരെ വലപ്പാട് മാവേലി സ്റ്റോറിന് മുന്നിൽ കർഷക കോൺഗ്രസ് വലപ്പാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തുമെന്ന് ഭാരവാഹികളായ പ്രസിഡന്റ് ജെൻസൺ വലപ്പാട്, വൈസ് പ്രസിഡന്റ് ബാബു കുന്നുങ്ങൽ, വലപ്പാട് മണ്ഡലം കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ഉല്ലാസ് വലപ്പാട്, യൂത്ത് കോൺഗ്രസ് വലപ്പാട് മണ്ഡലം മുൻ പ്രസിഡന്റ് പ്രവീൺ ചന്ദ്രൻ, അനിൽ കരുവത്തി എന്നിവർ തൃപ്രയാറിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വ്യാഴാഴ്ച രാവിലെ 10:30 നടത്തുന്ന പ്രതിഷേധ ധർണ ജില്ലാ പ്രസിഡന്റ് രവി പോലുവളപ്പിൽ ഉദ്ഘാടനം ചെയ്യും. മണ്ഡലം പ്രസിഡന്റ് ജെൻസൺ വലപ്പാട് അധ്യക്ഷത വഹിക്കും. കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി MB സജീവ് മുഖ്യപ്രഭാഷണം നടത്തും. കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സുധീർ പാടൂർ, ജില്ലാ സെക്രട്ടറി TM ഉണ്ണികൃഷ്ണൻ വലപ്പാട്, മണ്ഡലം കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ER രഞ്ജൻ എന്നിവർക്ക് മുഖ്യാതിഥികളായിരിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കഴിമ്പ്രം ധർമ്മവിലാസം LP സ്കൂളിന്റെ 107ാമത് വാർഷികം ആഘോഷിച്ചു. നാട്ടിക നിയോജക മണ്ഡലം MLA CC മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. ആവശ്യമായ ചില നടപടികൾ, ചെറിയ നടപടികൾ, വലിയ നടപടിയൊന്നുമില്ല, ചെറിയ നടപടികൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സർക്കാരിൻ്റെ ചുമതല വഹിക്കുന്ന DDA വിളിച്ചു വരുത്തി നമ്മുടെ PTA അംഗങ്ങളും HM കൂത്തിയിരുന്ന് ആ പ്രശ്നം നമ്മുടെ നാട് മുഴുവൻ അറിയാതെ ആ പ്രശ്നം എങ്ങനെ പരിഹരിക്കണം എന്നാണ് അന്ന് ആലോചിച്ചത്. അപ്പോൾ നമ്മുടെ മാനേജ്മെൻറ്റ് ഇടപെട്ട് കഴിഞ്ഞാൽ അവർ തക്കതമായ താക്കീതും നടപടിയും സ്വീകരിക്കാമെന്ന് എന്നോട് അന്ന് പറയേണ്ടായി. ഞാൻ നടപടി ക്രമമൊന്നും പറയാൻ പോയില്ല, കാരണം നമ്മുടെ സ്കൂളിൻ്റെ പ്രവർത്തനത്തിന് മങ്ങലേൽപ്പിക്കാത്ത രീതിയിലുള്ള ഒരു തീരുമാനം എടുക്കണം എന്നൊന്ന് പറയുന്നു. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം എന്താ, നമ്മുടെ ഒരു സ്കൂളിൻ്റെ പുരോഗതി അതുമാത്രമല്ല, നമ്മുടെ പാവപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന ഈ പ്രദേശത്ത് നമ്മുടെ സ്കൂളിന് എന്തെങ്കിലും ക്ഷീണം സംഭവിച്ചാൽ നമ്മുടെ കുട്ടികൾക്കും അത് ക്ഷീണം സംഭവിക്കും. അതുമായി ബന്ധമുള്ള രക്ഷിതാക്കൾക്കും അങ്ങനെ മാനസികമായ വേദനകൾ അനുഭവപ്പെടും എന്നുള്ളതുകൊണ്ട് നമ്മുടെ PTA അംഗങ്ങളുടെ വളരെ ജാഗ്രതയുള്ള നിർദ്ദേശം അനുസരിച്ച് ഇവിടെ വരികയും അവരുടെ പ്രശ്നത്തിൽ ഇടപെടുകയും, അതിൽ ഒരു പ്രശ്നം എടുത്തു പറയേണ്ടത് നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിലുണ്ടായിരുന്ന MLA 2 കമ്പ്യൂട്ടർ നമ്മുടെ സ്കൂളിലേക്ക് നൽകുന്നുണ്ട്. ഇടയ്ക്ക് വെച്ച് ആ കമ്പ്യൂട്ടർ കാണാനില്ല. അതാണ് നമ്മുടെ ഈ പ്രദേശത്തെ, ചിലപ്പോൾ നിലവിലുള്ള HM മറ്റുള്ള പറയാൻ സാധ്യതയില്ല. ഉള്ള കാര്യം നമുക്ക് തുറന്നു പറയാലോ, മറച്ചു വയ്ക്കേണ്ട കാര്യമില്ല. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപകൻ KG ദിലീപ് കുമാർ ആമുഖ പ്രസംഗം നടത്തി. SNDP യോഗം വിദ്യാഭ്യാസ സെക്രട്ടറി EG ബാബു മുഖ്യാതിഥിയായിരുന്നു. SNDP നാട്ടിക യൂണിയൻ സെക്രട്ടറി മോഹനൻ കണ്ണമ്പുള്ളി, വാർഡ് മെമ്പർ KK പ്രഹർഷൻ, SSG കൺവീനർ സുകുമാരൻ കരിപ്പായിൽ, മുൻ പ്രധാനാധ്യാപികമാരായ VU ഗീത, KB അരുണ, PTA പ്രസിഡന്റ് മഞ്ജു രാഗേഷ്, MPTA പ്രസിഡന്റ് ഷിജിന നിഷാദ്, സ്റ്റാഫ് സെക്രട്ടറി രമ്യ രാജൻ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ മുൻകാല അധ്യാപകരെ ആദരിച്ചു. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. പഠന മികവിന് ഇന്നോവേറ്റീവ് സ്കൂൾ അവാർഡ് നേടിയ വലപ്പാട് GDMLP സ്കൂളിൽ അനുമോദന സദസ്സും വാർഷികാഘോഷവും നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. മുൻകാലങ്ങളിൽ അൺഇക്കണോമിക് ആണ് എന്നതിന്റെ പേരിൽ പൂട്ടിപ്പോയ നിരവധി വിദ്യാലയങ്ങൾ ഉണ്ടായിരുന്നു. ലാഭകരമല്ലാത്ത വിദ്യാഭ്യാസം എന്ന ഒന്ന് നമ്മുടെ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടാൻ തുടങ്ങിയത് വിദ്യാഭ്യാസം അങ്ങനെ ലാഭകരമായ കുട്ടികളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമെങ്കിലും ചില അളവുകോലുകൾ സാമ്പത്തികമായ ചിലതിൻ്റെ ഭാഗമായിട്ട് നവ ഉദാരവൽക്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ചില അളവുകോലുകൾ എല്ലാത്തിടത്തും വെച്ച് പരിശോധിക്കുന്നത് കൊണ്ട് അത് വിദ്യാഭ്യാസ മേഖലയിലും പ്രാവർത്തികമാക്കിയപ്പോഴാണ് വിദ്യാഭ്യാസം, അതിൻ്റെ സ്ഥാപനങ്ങൾ, അതിൻ്റെ പ്രവർത്തനങ്ങൾ എന്നത് ലാഭകരമല്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചിലതെല്ലാം കൂട്ടാൻ തുടങ്ങി. ആ ഒരു ശ്രേണിയിലുണ്ടായിരുന്ന GDMLP സ്കൂൾ ഇപ്പോൾ 50 കുട്ടികളിൽ നിന്ന് 75-100 ആയി.
PTA പ്രസിഡന്റ് ഷൈനി സജിത് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ എൻഡോമെന്റുകൾ വിതരണം ചെയ്തു. ടീച്ചർ ഓഫ് ദി ഇയർ അവാർഡ് MA ശ്രീദേവിയും ഇന്നോവേറ്റീവ് ടീച്ചർ ഓഫ് ദി ഇയർ പുരസ്കാരം ഷാനി അസീസും ഏറ്റുവാങ്ങി. LKG UKG ക്ലാസ്സിൽ നടത്തിയ സ്റ്റേറ്റ് ലെവൽ ടാലന്റ് ടെസ്റ്റിലെ വിജയികൾക്ക് സർട്ടിഫിക്കറ്റും മെഡലും സമ്മാനിച്ചു. CS ശ്രീലക്ഷ്മി, ജസ്റ്റിൻ തോമസ്, K വിജയൻ, രശ്മി ഷിജു ആർ, സുബ്രഹ്മണ്യൻ, മനീഷ ജിജിൽ, പ്രധാനാധ്യാപകൻ CK ബിജോയ്, സ്കൂൾ ലീഡർ വരദലക്ഷ്മി CP എന്നിവർ പ്രസംഗിച്ചു. വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും നടന്നു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ചേട്ടനെവിടെ? അത് പിന്നെ രാവിലെ അമ്പലത്തിൽ പോണെന്ന് കരുതി പിന്നെ ഇങ്ങോട്ട്. എന്നിട്ടാണോ ഇവിടെ? എനിക്ക് മനസ്സിലായി. കുറച്ച് ദിവസം ഞാൻ ശ്രദ്ധിക്കുന്നു. മുഖത്ത് മിനുമിനുപ്പും പളവളപ്പും. അപ്പൊ ഇതായിരുന്നു പരിപാടിയല്ലേ? അതോ സ്പർശ ആയുർവേദിക് ക്ലിനിക്കിന്റെ നാച്ചുറൽ ട്രീറ്റ്മെന്റ്. ഇപ്പൊ എന്നെ കണ്ടില്ലേ, കൂടുതൽ സുന്ദരനായില്ലേ? അല്ല, നീ എന്താ ഇവിടെ? ഞാനും എന്തോന്നു സ്പർശ. ആഹാ, തൃപ്രയാറിന്റെ മുഖസൗന്ദര്യത്തിന് മാറ്റുകൂട്ടുവാൻ അത്യാധുനിക ടെക്നോളജിയുടെ സഹായത്തോടെ ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള കോസ്മെറ്റോളജി ക്ലിനിക് സ്പർശ ലക്ഷറി ആയുർവേദ ക്ലിനിക്, യൂണിസെക്സ് സലൂൺ ആൻഡ് സ്പാ, ഈസ്തെറ്റിക് ക്ലിനിക് ആൻഡ് ലേസർ ട്രീറ്റ്മെന്റ്, സൗത്ത് പെട്രോൾ പമ്പിന് സമീപം, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. കേരളത്തിൽ എവിടെയും സൗജന്യ ഇന്റർനെറ്റ് കണക്ഷൻ എന്ന നേട്ടവുമായി KV5 സൗജന്യ ഇന്റർനെറ്റ് പദ്ധതി നടപ്പിലാക്കിയതോടെ കേരള വിഷൻ കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാവായി മാറി. ഈ നേട്ടങ്ങൾക്ക് ഇരട്ടി മധുരവുമായാണ് ദേശീയ തലത്തിൽ നിന്നും അഭിമാനകരമായ നേട്ടം കേരള വിഷനെ തേടിയെത്തിയത്. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ 10 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. 5000-ലധികം കേബിൾ ഓപ്പറേറ്റർമാരുടെ എളിയ സംരംഭം എന്ന നിലയിൽ നിന്നും ദേശീയ തലത്തിൽ അംഗീകാരങ്ങളിലേക്കുള്ള ഈ വളർച്ചയ്ക്ക് ഞങ്ങളുടെ ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളോട് നന്ദി പറയുന്നു. വിഷൻ സക്സസ്. ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം. വാർത്തകൾ തുടരുന്നു. നാട്ടിക സൗത്ത് SNDP സ്കൂളിലെ 93ാമത് വാർഷികാഘോഷവും യാത്രയയപ്പ് അധ്യാപക രക്ഷാകർതൃ ദിനവും ആഘോഷിച്ചു. കൊച്ചികൾ പകൽ നീളെ കാണും ഒട്ടിടും അനുരാഗ MLA CC മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു.
നമ്മുടെ കുട്ടികൾ ആദ്യമായി അവതരിപ്പിക്കപ്പെട്ട പരിപാടി തന്നെ നമ്മുടെ ശ്രീരാമസ്വാമിയുമായി ബന്ധപ്പെടുത്തിയും അതുപോലെ ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള സ്റ്റേജിലെ പ്രോഗ്രാം ഞാൻ കാണുകയുണ്ടായി. വളരെ മാനസികമായ ആശയങ്ങൾ നമ്മുടെ മനസ്സിൽ ഉയർന്നു വരുമ്പോൾ ഉണ്ടാകുന്ന മാനസികമായ സന്തോഷം അതുതന്നെയാണ് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് മാതൃകപരമായ പ്രവർത്തനം നടത്തി നമ്മുടെ മേഖലയായിട്ട് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ നമ്മുടെ സർക്കാരിൻ്റെ ഞാൻ ചെറിയ ചെറിയ പോയിന്റുകൾ മാത്രമേ സർക്കാരിൻ്റെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ രീതിയും അതുപോലെ തന്നെ സർക്കാർ പ്രഖ്യാപിച്ച നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് മാതൃകമായി മാറ്റം ഉണ്ടാക്കുന്നതിന് വേണ്ടി അവതരിപ്പിക്കപ്പെട്ട ബഡ്ജറ്റും ഏത് രീതിയിലുള്ള വിദ്യാഭ്യാസമാണ് നമ്മുടെ ഗ്രാമത്തിലെ ഏകദേശം വരുന്ന 375 ലക്ഷമുള്ള ജനങ്ങളുടെ കുടുംബങ്ങളുടെ ആശയവും അവരുടെ വിദ്യാഭ്യാസവും മാറ്റിയുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള വലിയ പ്രോഗ്രാം തയ്യാറാക്കി സർക്കാർ മുന്നോട്ട് പോവുകയാണ്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് അധ്യക്ഷത വഹിച്ചു. ആവണങ്ങാട്ടുകളരി അഡ്വക്കേറ്റ് AU രഘുരാമൻ പണിക്കർ മുഖ്യാതിഥിയായിരുന്നു. വിരമിക്കുന്ന അധ്യാപകരായ ജയലക്ഷ്മി PS, ഗംഗ VM എന്നിവർക്ക് സിനിമ സീരിയൽ ആർട്ടിസ്റ്റ് ഷൈജൻ ശ്രീവത്സം ഉപഹാര സമർപ്പണം നടത്തി. സരിത PS റിപ്പോർട്ട് അവതരിപ്പിച്ചു. സ്കൂൾ മാനേജർ ER പ്രസന്നകുമാർ, ബ്യൂട്ടി സിൽക്സ് മാനേജർ അബ്ദുള്ള നദ്വി, MPTA പ്രസിഡന്റ് സുമിത പ്രമോദ്, സ്കൂൾ ലീഡർ മുഹമ്മദ് ഇഷാൽ, പ്രധാനാധ്യാപിക ചിത്ര, PTA പ്രസിഡന്റ് TD വിനിത എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. മറ്റുള്ളവരോട് ബിഹേവ് ചെയ്യേണ്ടതിൽ നിന്നൊക്കെ ഒരുപോലെ മാതൃക കാണിക്കുന്ന കുട്ടികൾക്കുള്ള നമ്മൾ നൽകുന്ന അവാർഡാണ്. നമ്മൾ ഇപ്രാവശ്യം LKG, UKG 4ാം ക്ലാസ്സിനാണ് കൊടുക്കുന്നത്. UKGയിൽ നിന്നും സിദ്ധാർത്ഥ് കൃഷ്ണയെയാണ് നമ്മൾ ഇതേ അവാർഡിനായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത്. ദേശീയ സേവാഭാരതി എല്ലാ വർഷവും ശിവരാത്രിയോടനുബന്ധിച്ച് നടത്തിവരാറുള്ള സേവാനിധി സമാഹരണത്തിന്റെ ജില്ലയിലെ ഉദ്ഘാടനം നടത്തി. കേരളത്തിന് വേണ്ടി സന്തോഷ് ട്രോഫി കിരീടം നേടിയ മുൻ ക്യാപ്റ്റൻ രാഹുൽ രാജിൽ നിന്നും രാഷ്ട്രീയ സ്വയം സേവക സംഘം തൃശൂർ വിഭാഗ് വ്യവസ്ഥാ പ്രമുഖ് PG ശശികുമാർ സേവാനിധി സ്വീകരിച്ചു. സംസ്ഥാന സംഘടനാ സെക്രട്ടറി KV രാജു, ജില്ലാ ജനറൽ സെക്രട്ടറി പ്രദീപ് മുതിരപ്പറമ്പിൽ, സംഘടനാ സെക്രട്ടറി PM രാംപ്രസാദ് ജി, സാമാജികം കൺവീനർ AK വാസുദേവൻ, വാടാനപ്പള്ളി സേവാഭാരതി പ്രസിഡന്റ് PR സജീവൻ, സെക്രട്ടറി K രാഹുലൻ, രാഷ്ട്രീയ സ്വയം സേവക സംഘം വാടാനപ്പള്ളി മണ്ഡൽ കാര്യവാഹക് സതീഷ് ജി തുടങ്ങിയവർ നേതൃത്വം നൽകി. ധനസമാഹരണത്തിനുള്ള ഗൃഹസമ്പർക്ക യജ്ഞം ഈ മാസം 8, 9, 10 തീയതികളിൽ നടത്തി സേവാനിധി സമാഹരിക്കും. ശേഖരണം നമ്മൾ തൃശ്ശൂർ ജില്ലയിൽ, ഇരിഞ്ഞാലക്കുട ജില്ലയിൽ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് മുതൽ ഒരാഴ്ച എല്ലാ വീടുകളും സന്ദർശിച്ച് ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും പ്രതീകമായിട്ടുള്ള ഈ ശിവരാത്രി ദിനത്തിൽ സേവന പ്രവർത്തനത്തിന് വേണ്ടിയുള്ള നിധി സമാഹരണമാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. മണലൂർ സെന്റ് തെരേസാസ് UP സ്കൂളിലെ പഠനോത്സവം നടത്തി. കാഞ്ഞാണി സിംല മോളിൽ നടത്തിയ പഠനോത്സവം മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ വെസ്റ്റ് AEO ബിജു PJ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രധാനാധ്യാപിക സിസ്റ്റർ വിനി ആമുഖ പ്രസംഗം നടത്തി. തുടർന്ന് വിദ്യാർത്ഥികളുടെ പഠന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട വിവിധ പരിപാടികളും ഉണ്ടായിരുന്നു. സെന്റ് തെരേസാസ് ഗവൺമെൻറ് UP സ്കൂളിൻ്റെ പഠനോത്സവം 2024 ഇന്നിവിടെ കാഞ്ഞാണി സിംല മാളിൽ വെച്ച് അരങ്ങേറുന്നത്. 2023-24 അധ്യയന വർഷത്തിൽ സെന്റ് തെരേസാസ് ഗവൺമെൻറ് UP സ്കൂളിലെ കുട്ടികൾ നേടിയിട്ടുള്ള അക്കാദമിക് നേട്ടങ്ങളും അതുപോലെ തന്നെ മറ്റു പാഠ്യേതര വിഷയങ്ങൾ നേടിയിട്ടുള്ള നേട്ടങ്ങളും പൊതുജന മധ്യത്തിൽ തുറന്നു കാട്ടുക എന്നതാണ് ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സംസ്ഥാനമൊട്ടാകെ BRCയുടെ നേതൃത്വം നടത്തുന്ന ഈ പരിപാടി നമ്മളുടെ ഈ ഗവൺമെൻറ് UP സ്കൂള്, സെന്റ് തെരേസാസ് ഗവൺമെൻറ് UP സ്കൂള് പഠനത്തിലും പാഠ്യേതര വിഷയത്തിലും ഒക്കെ നല്ല രീതിയിൽ മികവ് പുലർത്തുന്ന വിദ്യാർത്ഥികളാണ്. അവർക്ക് പിന്തുണയുമായിട്ട് അവരുടെ മാനേജ്മെൻറ്റും ഒപ്പം തന്നെ മികവുറ്റ അധ്യാപകരുണ്ട്.
അങ്ങനെ ഈ പരിപാടി അവരുടെ ഈ പൊതുജന മധ്യത്തിൽ തുറന്നു കാട്ടിക്കൊണ്ട് സ്കൂൾ വീണ്ടും ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. നാട്ടിക ഈസ്റ്റ് UP സ്കൂളിൽ പഠനോത്സവവും പലഹാരമേളയും നടത്തി. നാട്ടിക ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് MS സജീഷ് അധ്യക്ഷത വഹിച്ചു. ചെക്ക് സ്വദേശികളായ നിക്കി അലേഷ് ദമ്പതികളും ജർമ്മൻ സ്വദേശികളായ ക്ലൗജിയ ബേൺ ദമ്പതികളും പൂർവ്വ വിദ്യാർത്ഥിയായ ഉദയൻ ആലക്കലും സന്നിഹിതരായിരുന്നു. അധ്യാപിക അമ്പിളി പഠനോത്സവത്തെക്കുറിച്ച് വിശദീകരിച്ചു. പ്രധാന അധ്യാപകൻ KR ബൈജു, സ്റ്റാഫ് സെക്രട്ടറി PN നിത്യകല, സ്കൂൾ ലീഡർ നന്ദന ഗിരീഷ്, ജനറൽ ക്യാപ്റ്റൻ അനു മുകേഷ്, ഉദയൻ ആലക്കൽ എന്നിവർ സംസാരിച്ചു. We are guests here in India. We love India, and to see you here all together in the school in such a nice way, in such a nice occasion, makes us really happy. And as Alej already said, spend your time here, enjoy the time with your friends, with the teachers, learn and enjoy learning, and അന്തിക്കാട് വെളക്കേത്ത് ശ്രീ മുത്തപ്പൻ ഭദ്രകാളി നാഗരാജ ക്ഷേത്രത്തിൽ ഉത്സവം ആഘോഷിച്ചു. രാവിലെ ഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, ശിവേലി എന്നിവയും നടന്നു. മേളത്തിന് പെരുവനം പ്രകാശൻ മാരാർ പ്രമാണികത്വം നിർവഹിച്ചു. തുടർന്ന് ദേവിക്ക് പത്മകളം നടന്നു. സന്ധ്യയ്ക്ക് ദീപാരാധന, വിജയൻ മായന്നൂരിന്റെ തായമ്പക, അന്തിക്കാട് ബ്രദേഴ്സിന്റെ അയ്യപ്പൻ പാട്ട്, മണികണ്ഠനും സംഘവും അവതരിപ്പിച്ച നാഗക്കളം, തുടർന്ന് ദേവിക്ക് രൂപക്കളം, പുലർച്ചെ എഴുന്നള്ളിപ്പ്, വടക്കും വാതുക്കൽ കർമ്മം എന്നിവയും നടത്തി. ഈ മാസം 13-നാണ് നട തുറപ്പ്. കളമെഴുത്തുപാട്ടിനും ഭഗവതിപ്പാട്ടിനും പെരിങ്ങോട്ടുകര മൂത്തേടത്തറ ബാലനും സംഘവും നേതൃത്വം നൽകി. വാടാനപ്പള്ളി സെന്റ് എഫെക്സ് RCUP സ്കൂളിൽ 4 ദിവസങ്ങളിലായി നടന്നുവന്ന ഫുട്ബോൾ മത്സരം സമാപിച്ചു. 4 ദിവസങ്ങളിലായി 8 ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. ഫൈനൽ മത്സരത്തിൽ യെല്ലോ A, ഓറഞ്ച് A ഗ്രൂപ്പുകൾ ഏറ്റുമുട്ടി. 5-3 എന്ന ഗോൾ നിലയിൽ യെല്ലോ ടീം 2 ഗോളിന് വിജയിച്ചു. വിജയിച്ച യെല്ലോ ടീമിന് സ്കൂൾ മാനേജർ ഫാദർ ഏബിൾ ചിറമ്മൽ, PTA പ്രസിഡന്റ് CS സുനിൽകുമാർ, ഹെഡ് മാസ്റ്റർ ഷാജി എന്നിവർ ചേർന്ന് ട്രോഫി കൈമാറി. മത്സരങ്ങൾക്ക് എബ്രഹാം ബേസിൽ, ഡെയ്ക്കോ ഡേവിസ്, മുൻ അധ്യാപകൻ പീറ്റർ MD, സ്പോർട്സ് അധ്യാപകരായ ദിനേശ്, മനോജ് എന്നിവരാണ് നേതൃത്വം നൽകിയത്. സ്കൂൾ PTAയുടെ സജീവ സഹകരണവും ഫൈനൽ മത്സരത്തിൽ ഉണ്ടായിരുന്നു. വിജയികളായ കുട്ടികളെ മാനേജറും PTAയും അധ്യാപകരും അഭിനന്ദിച്ചു. വാടാനപ്പള്ളി RCUPSലെ ഇന്ന് ഫുട്ബോൾ മത്സരത്തിൻ്റെ ഫൈനലാണ്. ഓറഞ്ച് അതുപോലെ തന്നെ യെല്ലോ ടീമുകളാണെന്ന് ഫൈനലിൽ ഏറ്റുമുട്ടുന്നത്. കുട്ടികൾ ആവേശമായ ഈ ഫൈനല് വളരെ നാളത്തെ അവരുടെ പരിശ്രമത്തിനൊടുവിലാണ് ഈയൊരു നേട്ടം അവർക്ക് എത്താൻ സാധിച്ചത്. നമ്മുടെ ഉപജില്ലയിലെ ഫുട്ബോൾ മത്സരത്തിൽ RCUP വാടാനപ്പള്ളിക്ക് 4ാം സ്ഥാനം നേടിക്കൊടുത്തതിൽ മുഖ്യ പങ്കുവഹിച്ച വിദ്യാർത്ഥികളാണെന്ന് ഈ ഫൈനലിൽ ഏറ്റുമുട്ടുന്നത്. അവർക്ക് എല്ലാവിധ വിജയാശംസകളും നേരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. സർക്കാർ ജീവനക്കാരുടെ ശമ്പളം തടഞ്ഞ സർക്കാർ നടപടിക്കെതിരെ മണലൂരിൽ NGO അസോസിയേഷന്റെ പ്രതിഷേധ ധർണ. വലപ്പാട് ബീച്ചിൽ LED ലൈറ്റിന്റെ ഉദ്ഘാടനം. നാട്ടിക സൗത്ത് SNDP സ്കൂളിൽ 93ാമത് വാർഷികാഘോഷവും യാത്രയയപ്പും PTA ദിനവും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.